നെക്സ്റ്റ് നമ്മുടെ അൽഗോരിതം ഓൾ പാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതമാണ്. ആൻഡ് ഇത് ഓൾറെഡി നമ്മൾ ഫ്ലോട്ട് വേർഷൽ അൽഗോരിതം എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് വിൽ ജനറേറ്റ് എ മെട്രിക്സ് വിച്ച് വിൽ റെപ്രസെൻറ്റ് ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം എനി നോട്ട്സ് ഇൻ ദ ഗ്രാഫ്. അത് മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് ഡയനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദർ വിൽ ബി നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അവിടെ 4 നോട്ട്സ് ഉണ്ട്. ഈ 4 നോട്ട്സിനകത്തുനിന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 നോട്ട്സിനകത്ത് വെയ്റ്റഡ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ഓരോ എഡ്ജസിനും അതിന് കറസ്പോണ്ടിങ് ഉള്ള വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് മെട്രിക്സ് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിൽ 4 നോട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് 4 റോ ആൻഡ് 4 കോളംസ് നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 1 to 1 ആണ്. 1 to 1 ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ലൂപ്പൊന്നും അവിടെ കാണപ്പെടുന്നില്ല. അത് നമ്മളിവിടെ 0 ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 1 to 2. 1 to 2 എന്ന് പറയുമ്പോൾ വെയിറ്റ് വിൽ 3. വെയിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3. നെക്സ്റ്റ് 1 to 3. 1 to 3 എന്ന് പറയുമ്പോൾ നമുക്ക് പിക്ചറിൽ കാണാം അവിടെ ഒരു എഡ്ജ് പോലും 1 and 3ലേക്ക് പോകുന്നില്ല. സോ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് ഇൻഫിനിറ്റി. നെക്സ്റ്റ് 1 to 4. 1 to 4 എന്ന് പറയുമ്പോൾ ദ വെയിറ്റ് ഈസ് 7. സോ ഇറ്റ് വിൽ റെപ്രസെൻറ്റ് 7. നെക്സ്റ്റ് 2 to 1. 2 to 1 the weight is 8, and there is no loop in 2 to 2, that will represent 0, and 2 to 3 the edges is 2, and 2 to 4 there is no edges 2 to 4, so it will represent as infinity. അതേ സെയിം വേസിൽ നമ്മൾ 3ഉം 4ഉം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഇവിടെ നമുക്ക് എത്ര എഡ്ജസ് ഉണ്ട്? 4 എഡ്ജസ് ആൻഡ് 4 വെർട്ടിസസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് നോഡിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് നോഡായിട്ട് സെറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് നോഡായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ A0 എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ അതേപോലെ തന്നെ അവിടെ നിർത്തുന്നു. എന്നിട്ട് ബാക്കിയുള്ളതിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കുമ്പോൾ നമുക്കതിനെ A1 എന്ന് പറയാം. ഇപ്പോൾ 1 2 3 4 1 2 3 and 4. ഇനി നമ്മൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും അതേപോലെ തന്നെ ആയിരുന്നു. 0 3 ഇൻഫിനിറ്റി ആൻഡ് 7 ആൻഡ് 8 5 and 2. ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം അത് നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ 2 to 2 0യിലേക്കാണ് കൺസിഡർ ചെയ്യുന്നത്. 0 എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും കുറവ് നമുക്ക് ലഭിക്കത്തില്ല. ലിസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 0. സോ 0 വിൽ ബി റൈറ്റ് 0. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 2 to 3 എന്ന് പറയുന്നതാണ്. 2 to 3 ഇപ്പോൾ ഇവിടെ 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 to 3 2ൽ നിന്ന് 3ലേക്കുള്ളതിൻ്റെ ഇൻ്റർമീഡിയറ്റ് നോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2ൽ നിന്ന് ആദ്യം 1ലേക്ക് വരുന്നു, 1ൽ നിന്ന് 3ലേക്ക് വരും. അപ്പോൾ 2 to 1 പ്ലസ് 1 to 3 ഇതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 to 1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 2ൽ നിന്ന് 1ലേക്ക് പോകുന്നത് 8 ആണ്. 2 to 1 എന്ന് പറയുമ്പം 8 പ്ലസ് 1ൽ നിന്ന് 3ലേക്ക് പോകുന്നത് നോഡ്. സോ ഇറ്റ് വിൽ റെപ്രസെൻറ്റഡ് ആസ് ഇൻഫിനിറ്റി. അപ്പം 8 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 2നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 തന്നെ അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അടുത്തൊരു കേസിൽ നമുക്ക് നോക്കാം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 2 to 4 ആണ്. 2 to 4 നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 2 to 4. 2 to 4ൻ്റെ ഇൻ്റർമീഡിയറ്റ് നോഡ് 1 ആയിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും വരും 2 to 1 പ്ലസ് 1 to 4 അല്ലേ. ഇപ്പോൾ 2 to 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 to 1 എന്ന് പറയുന്നത് 8 പ്ലസ് 1 to 4 എന്ന് പറയുന്നത് 1 to 4 എത്രയാണ്? 7 പ്ലസ് 8 is equal to 15. 15 എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് 15. അതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി റീപ്ലേസ് ചെയ്ത് അവിടെ എഴുതാൻ പറ്റും, 15 എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള കേസ് കൺസിഡർ ചെയ്തെടുക്കുക. അപ്പോൾ ഇൻഫിനിറ്റി 0 1 ഇൻഫിനിറ്റി 0 ഈ 6 വാല്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. നമുക്ക് കൺസിഡർ ചെയ്യുമ്പം 8 0 1 5 ഇൻഫിനിറ്റി 0 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് A1 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, A1 എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് നോഡ് കിട്ടി. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് A2 എന്ന് പറയുന്ന നോഡാണ്.
സെക്കൻഡ് നോഡാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കി ഒഴിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ A1 എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്നാണ് നമ്മളതിനെ ഫോം ചെയ്യുന്നത്. A1 മെട്രിക്സിലെ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു, നമ്മളതിനെ പെർമനൻ്റ് അവിടെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 4 റോയും 4 മെട്രിക്സും ഓൾറെഡി നമുക്കുണ്ടല്ലോ, അത് നമ്മൾ എഴുതുന്നു. അതിൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം അതേപോലെ തന്നെ എഴുതുന്നു. 8 0 2 15 ആൻഡ് 3 0 8 5 അത് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഇനി ബാക്കിയുള്ള കേസ്, അപ്പോൾ 0 നമുക്ക് കൺസിഡർ ലീസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇൻഫിനിറ്റി കൺസിഡർ ചെയ്ത് നോക്കാം. 1 to 3 ആണ് ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ 1 to 3 എന്ന് പറയുമ്പോഴത്തേക്ക് 1 to 3 ഇൻഫിനിറ്റി ആവുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കുമ്പോഴത്തേക്ക് ആദ്യം അങ്ങോട്ട് പോകും. 1 to 2 1 to 3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, 1 to 2 പിന്നെ 2 to 3 പ്ലസ് 2 to 3 അല്ലേ. അപ്പോൾ 1 to 2 എന്ന് പറയുന്നത് എത്രയാണ്, 1 to 2 എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് 2 to 3 എന്ന് പറയുന്നത് 2 = 5 ആണ് കിട്ടി. 3 + 2 5 ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി റീപ്ലേസ് ചെയ്ത് 5 എഴുതും. കണ്ടോ, നമുക്ക് എല്ലാം അതുപോലെ തന്നെ, അതായത് ബാക്കിയുള്ള എല്ലാ കേസുകളും നമുക്ക് അതേപോലെ തന്നെ എഴുതാനായിട്ട് പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് A2 എന്ന് പറയുന്ന, അതായത് സെക്കൻഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കി നിർത്തിക്കൊണ്ടുള്ള വാല്യൂസ് നമുക്കവിടെ കിട്ടും. അങ്ങനെ വാല്യൂസ് നിർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഇൻഫിനിറ്റി ഉള്ള വാല്യൂസ് അല്ലാത്ത വാല്യൂസ് ഏതാണോ ലീസ്റ്റ് മിനിമം വാല്യൂ, ആ ലീസ്റ്റ് മിനിമം വാല്യൂവിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് ഗ്രേറ്റർ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ലീസ്റ്റ് വാല്യൂ നമുക്ക് എഴുതാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് നോഡിന് ഇൻ്റർമീഡിയറ്റ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്ന 5 8 0 1 ആൻഡ് 2 5 7 0 ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് നോഡിന് ഇൻ്റർമീഡിയറ്റ് ആയിക്കൊണ്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി തേർഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കി വെച്ചുകൊണ്ട് ചെയ്യുകയാണ്. തേർഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. തേർഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കുമ്പോൾ സെയിം ആസ് ദ വേയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നോഡിനെയും സെക്കൻഡ് നോഡിനെയും ഇൻ്റർമീഡിയറ്റ് ആക്കി വെച്ച പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. തേർഡ് നോഡിൽ വരുമ്പോൾ തേർഡ് റോയും തേർഡ് കോളവും പെർമനൻ്റ് ആക്കി നമ്മൾ എഴുതുന്നു. ബാക്കിയുള്ള നോട്ട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ബാക്കിയുള്ള നോട്ട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം 0 നമുക്കറിയാം ലിസ്റ്റ് വാല്യൂ ആണ്, പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 7 എന്ന് പറയുന്ന മാറി ഇവിടെ 6 ആയി. 7 0 2 3 ആൻഡ് ഇതിപ്പോൾ ഞാൻ ഫൈനൽ റിസൾട്ട് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. നിങ്ങളപ്പോൾ അത് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. തേർഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആകുമ്പം തേർഡ് നോഡിലേക്ക് പാസ് ചെയ്തതിന് ശേഷം അവിടുന്ന് ലാസ്റ്റ് നോഡിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. ഇനി ഫോർത്ത് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആയിക്കൊണ്ടുള്ളതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് 1 to 4 എന്ന് പറയുന്നത് 7 ആണ്. ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണിക്കാം. 1 to 4 തേർഡ് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആകുമ്പോൾ 1 to 3 + 3 to 4 വരും. ഫിഗർ ഞാൻ മായ്ച്ച് കളഞ്ഞു ഓൾറെഡി, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഫോർത്ത് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കി വെച്ചുകൊണ്ടുള്ള റിസൾട്ടൂടെ ഞാനിവിടെ എഴുതിത്തരാം. നിങ്ങൾ ഈ റിസൾട്ട് നോക്കിയിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഈ റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഫോർത്ത് നോഡിനെ ഇൻ്റർമീഡിയറ്റ് ആക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. 0 3 5 6 5 0 2 3 and 3 6 0 1 and 2 5 7 0. അതായത് ലീസ്റ്റ് മിനിമം ഡിസ്റ്റൻസ്, ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്.